നമ്മൾ 2024 ജൂലൈ 30 ഈ ദുരന്തമുണ്ടായത്. ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ദുരന്തത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വയനാട് സന്ദർശിക്കുകയും ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളും ജനങ്ങളെയും കാണുകയൊക്കെ ചെയ്തു. ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് വാഗ്ദാനം നൽകിയ ഒരു സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല, കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി, ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമം ഉണ്ടായത്. ആ സമയത്തും ഗവൺമെൻറ് നല്ലപോലെ ഇടപെടുകയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായ കണക്കുകൾ കൊടുത്തു. ആ കണക്കുകൾ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും പ്രധാനമന്ത്രിയൊക്കെ ധരിപ്പിച്ച് നിവേദനം നൽകിയിട്ടുണ്ടായി. അതുകൂടാതെ കേരളത്തിലെ മുഴുവൻ എം പിമാരെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രതിപക്ഷത്തുള്ള മുഴുവൻ എം പിമാരും ഒന്നു ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. അതുപോലെ തന്നെ ധനകാര്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും നിവേദനം കൊടുക്കുകയാണ്. അമിത്ഷാ അത് സംബന്ധിച്ച് ബഹുമാനായ മന്ത്രി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ പിന്നീടെല്ലാം സംഭവിച്ചത് എങ്ങനെ കേരളത്തെ സഹായിക്കാതിരിക്കാനുള്ള നയം രൂപീകരിക്കണമെന്നാണ്. അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി വട്ടം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെങ്കിലും കേരളത്തെ സഹായിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അവിടെയും നിരാശ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടുകൂടിയാണ് വീണ്ടും ഈ പക്ഷവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിൽ ഭരണസിരാ കേന്ദ്രമായി ഡൽഹിയിലേക്ക് വന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ സമരം ചെയ്തുകൊണ്ടാണ് ഈ സമരം ഇന്നിവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നത്. കേവലം കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം മാത്രമല്ല, എല്ലാ സംഘടനകളും സഹായിക്കുകയുണ്ടായി. എല്ലാ കർഷക സംഘടനകൾ, ട്രേഡ് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, വിവിധ പാർട്ടികളിലുള്ള ആളുകളെല്ലാം തന്നെ കേരളത്തോട് കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനാണ് എന്ന് തിരിച്ചറിയുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്താണ് 1515 കോടി രൂപ 5 സംസ്ഥാനങ്ങൾക്കായി കൊടുത്തത്. ത്രിപുരയ്ക്കും നാഗാലാൻഡിനും അതുപോലെ തന്നെ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും ഒക്കെ കൊടുത്തല്ലോ. കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിനോട് എതിരില്ല. പക്ഷേ ഏറ്റവും മോസ്റ്റ് ഡിസർവിങ് ആയിട്ടുള്ള കേരളത്തിലെ വയനാടിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളത്, അത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് 100% ആണ് എന്നുള്ളതാണ്. ഈ പാർലമെന്റിന്റെ അടുത്ത സെഷനിൽ അത് കൂടുതൽ ശക്തമാക്കി ഉന്നയിക്കാനുള്ള അത് തീർച്ചയായിട്ടും 10-ാം തീയതി മാർച്ച് 10-ന് വീണ്ടും സഭ ആരംഭിക്കുകയാണ്. ആ സമയത്ത് ഈ വിഷയം കൂട്ടായി നിന്നുകൊണ്ട് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഇവിടെ നിവേദനം LDFൻ്റേതായിട്ടുള്ള നിവേദനം എല്ലാ എം പിമാർക്കും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ എം പിമാരുമായിട്ട് യോജിച്ചു നിന്നുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ വയനാടിന് സഹായം ലഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കൂട്ടായ സമരം എന്ന രീതിയിലാണ്. പക്ഷേ ഈ സമരത്തിൽ 2 ദിവസം നമ്മൾ ഉയർന്നു കേട്ടത് പ്രിയങ്ക ഗാന്ധി ആഡംബര ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്, അതുപോലെ പ്രിയങ്ക ഗാന്ധി ആക്രമിച്ചുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർന്നത്. അത് മുദ്രാവാക്യം വിളിക്കുന്നത് വേറെ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വേറെ. ഈ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി കഴിച്ച കത്തിൽ നമ്മൾ 2000 കോടി രൂപ പാക്കേജിനെ സംസ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷേ പ്രിയങ്ക ഗാന്ധി അത് ആവശ്യപ്പെടുന്നില്ല, പരിഗണിക്കുന്ന നിലവിലാണ്. അപ്പോൾ അത് അവരുടെ കത്തിൽ തന്നെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പാർലമെന്റിൽ ഇതുവരെ സ്വീകരിച്ച ഒരു നിലപാട്. പാർലമെന്റിൽ സ്വീകരിക്കുന്ന നിലപാട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യും. MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കേരളത്തിലുള്ള വയനാട്ടിലുള്ള ശബ്ദം എത്രത്തോളാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു അതൊന്നും നമ്മളല്ലല്ലോ വിലയിരുത്തുന്നത്. അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. ഇത് കേരളത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ ദുരന്തമുണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റിലേക്ക് സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റം പറയില്ല. ഒരു കേന്ദ്ര ഗവൺമെൻറ്, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സ്റ്റേറ്റല്ലേ. ഇപ്പം ഞാനിപ്പോൾ വരുന്നത് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള JPC മീറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഫെഡറൽ സംവിധാനം നിലനിർത്തുന്നതാണ് നമ്മളവിടെ എല്ലാം വാദിക്കുന്നത്. ആ ഫെഡറൽ സംവിധാനം അതേതെങ്കിലും ഔദാര്യമായിട്ട് കിട്ടണമെന്നല്ല, കാലിൽ മുട്ടിലിഴഞ്ഞ് വന്ന് കിട്ടേണ്ടതല്ല. അത് കേരളത്തിന് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിനും അർഹതപ്പെട്ട കാര്യമാണ്. ആ അർഹതപ്പെട്ട കാര്യം നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വേറെ ഭിക്ഷാടനത്തിനല്ല വരുന്നത്.
കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് വാദിച്ചുകൊണ്ടാണ് നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്.